അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ദേ കണ്ടു നോക്ക് ഒരു വീഡിയോ, ദുരന്ത ഭൂമിയിൽ അത്ഭുതം. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ. എന്താണ് വിഷയം? നമുക്ക് പരിശോധിക്കാം. നമ്മുടെ മലയാളി സഹോദരൻ അർജുനനെ കാണാതായിട്ട് ദിവസങ്ങളോളമായി കർണാടകയിലെ ആ ലാൻഡ് സ്ലൈഡിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വിഷമത്തിൽ പങ്കുചേരുകയാണ്. എത്രയും വേഗം കുടുംബത്തിനിക്ക് അല്ല നമുക്ക് തന്നെ സന്തോഷമുള്ള വാർത്ത ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥന നടത്തുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ കണ്ട ഈ വീഡിയോ കണ്ടു നോക്ക്. ഒരു നായ ആ ദുരന്ത ഭൂമിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ നായയുടെ യജമാനെ തെരഞ്ഞു നോക്കുന്ന ഒരവസ്ഥയാണ്. ദിവസങ്ങളുമായി ഭക്ഷണം കഴിച്ചിട്ട് ആ നായക്ക് ഭക്ഷണം കൊടുത്ത ആരോ ഒരാള് ആ ദുരന്തത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ നായ മനസ്സിലാക്കിയിട്ട് ആ യജമാനെ തെരയുന്ന വല്ലാത്തൊരു കാഴ്ചയാണ് ഇത്. നമുക്കൊരുപാട് സന്ദേശം നൽകുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ഓൻ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് എത്രയോ ആളുകളെ വാക്കുകളെ കൊണ്ട് വിഷമിപ്പിക്കാറുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എത്ര തിന്മ ചെയ്താലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയെ നമ്മൾ കാണേണ്ടതുണ്ട്, അതിനിക്ക് ശുക്ർ ചെയ്യേണ്ടതുണ്ട്. ഇവിടെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനം, ലൈൻ ശകർത്തും ല അസീദന്നക്കും, നീ നന്ദിയുള്ളവനാണെങ്കിൽ, നന്ദി കാണിച്ചാൽ ല അസീദന്നക്കും, ഏറെ നൽകും. അള്ളാഹുവിന്റെ പ്രയോഗം, നന്ദി ഉണ്ടെങ്കിൽ ഏറെ ഞാൻ നിങ്ങൾക്ക് നൽകും. അതേ സമയത്ത് വലയും കഫർത്തും, നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും, എന്നാലും എനിക്ക് അതില്ലല്ലോ, എനിക്ക് വേദനയാണല്ലോ, കടം കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണ്, എനിക്ക് ഇന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദികേട് കാണിച്ചാൽ അള്ളാഹുവിന്റെ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അത് കഠിനമായിരിക്കും. എങ്ങനെയെന്ന് നിർവചിക്കാൻ കഴിയൂല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എന്ത് വിഷമമുണ്ടെങ്കിലും അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് നന്മ മാത്രം കാണുന്ന ജീവിതം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷങ്ങളാണ്. വിഷമങ്ങൾ ഉണ്ടാവൂല, പ്രയാസങ്ങൾ ഉണ്ടാവൂല. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ നായിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ടെന്ന് ഓർമ്മപ്പെടുത്തി ഇനിയും കാണാം ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.